ഡൽഹിയിലും പോയി ഭക്ഷണം കഴിച്ച് ഉണ്ട ചോറ് നന്ദി കാണിക്കണ്ടേ? എന്നാൽ PT റഹീം MLA അദ്ദേഹം മർക്കസിന്റെ പൂർവ്വ വിദ്യാർത്ഥിയല്ലല്ലോ. അദ്ദേഹം തുറന്നു പറയുന്നു, ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതൻ കാന്തപുരം ഉസ്താദ് എന്ന് മാത്രമല്ല, ആധികാരികമായി മുസ്ലിങ്ങളുടെ വിഷയങ്ങൾ വല്ലതും പറയണമെങ്കിൽ അതിന് അർഹതപ്പെട്ട നേതാവാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. 35 വളരെ ചെറിയ ഒരു നിലയിൽ നിന്ന് ഒരു ദർസിൽ നിന്ന് വളർന്നു വന്ന് സമൂഹത്തിന്റെ ഉന്നതമായ ഒരു ശ്രേണിയിലേക്ക് AP അബൂബക്കർ മുസ്ലിയാർ കടന്നു വന്നിരിക്കുന്നു. അദ്ദേഹം ലോക മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറിയിരിക്കുന്നു. മുസ്ലിം സമൂഹത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളിൽ, എല്ലാവിധ പ്രശ്നങ്ങളിലും ഒരു വാക്ക് പറയാനുള്ള അർഹത അദ്ദേഹം കഴിഞ്ഞ കാലഘട്ടം കൊണ്ട് നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. മർക്കസിൽ ചെന്നാൽ അതിന് ഒരു ഇന്ത്യയുടെ ഒരു പരിച്ഛേദം തന്നെ അവിടെ കാണാൻ സാധിക്കും. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും അവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുവാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ എന്നുള്ളത് ആണ് വസ്തുത. വേറെ ആർക്കും ഇന്നുവരെ അത് സാധിച്ചിട്ടില്ല. കണ്ടോ, ഇന്ത്യയുടെ ഒരു പരിച്ഛേദം തന്നെ മർക്കസിൽ ചെന്നാൽ കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് സമയ സന്ദർഭം അനുകൂലമാണെങ്കിൽ ആ ഭാഗത്തേക്കും ഞാൻ കടന്നു വരും. അതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ച് വല്ല വാക്കും പറയാനുള്ള ആധികാരികത കാന്തപുരം ഉസ്താദ് നേടിയെടുത്തത് കൊണ്ട് തന്നെ കാന്തപുരം ഉസ്താദ് മർക്കസിലേക്ക് വിളിച്ചാൽ വരാത്ത നേതാക്കളില്ല, രാഷ്ട്രീയ നായകരില്ല, സാംസ്കാരിക പ്രവർത്തകരില്ല. ഇല്ലെന്ന് മാത്രമല്ല, ചിലരൊക്കെ വന്നിട്ട് തുറന്ന് പറയുകയും ചെയ്തു, ഇത്രയും ഒരു വലിയ നേതാവ് ക്ഷണിച്ചിട്ട് എങ്ങനെ വരാതിരിക്കാൻ കഴിയും? തിരക്ക് കാരണം വരാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ ഉസ്താദ് വിളിക്കുമ്പോൾ വരാതിരിക്കാൻ പറ്റില്ല എന്നല്ല, അഥവാ വന്നിട്ടില്ലെങ്കിൽ വിവരം അറിയും, അതുകൊണ്ടാണ് വന്നത് എന്ന് PJ കുര്യൻ സാർ അദ്ദേഹത്തിന്റെ തനതായ ശൈലിയിലൊന്നങ്ങ് പറഞ്ഞോട്ടെ. അബൂബക്കർ മുസ്ലിയാരുടെ ക്ഷണം അത് നിരാകരിക്കാൻ കേരളത്തിലെ ഒരു നേതാവിനും കഴിയുമെന്ന് തോന്നുന്നില്ല. അഥവാ നിരാകരിച്ചാൽ അവർ വിവരം അറിയും. അപ്പോൾ പിന്നെ ഈ പാവപ്പെട്ട എനിക്ക് കഴിയുമോ? മതി, അതൊരു വർത്തമാനമാണ്. ഏത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ, ഈ കഴിഞ്ഞ കാലയളവിൽ നടത്തിയ വൈജ്ഞാനിക, സാംസ്കാരിക, ആത്മീയ, സുന്നി നവജാഗരണ വിപ്ലവ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തിന്റെ റിസൾട്ടുകളാണ്, അതിന്റെ പോസിറ്റീവായ മേഖലകളാണ് ഇതര മതസ്ഥരും ഇതര സംഘടനയിലെ പ്രവർത്തകരും തുറന്നു പങ്കുവെക്കുന്നത്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഈ